29-30 സെൻറ്റ് സ്ഥലമുണ്ട്. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് നല്ല കുളിച്ചുകൊണ്ടിരിക്കുന്ന കുളമാണ്. ഈ അടുത്ത കാലത്തായി ഈ പായൽ വന്ന് മൂടിയത് കൊണ്ട് ആകെ പരിസരവാസികൾക്ക് വലിയ പ്രശ്നമായി മാറുകയാണ്. കഴിഞ്ഞ വർഷം ഇതുപോലെ വന്നു, നല്ല പൂക്കളുണ്ടായിരുന്നു. മനോഹര അതിൻ്റെ ഭംഗി കണ്ടതുകൊണ്ട് അത് ഒഴിവാക്കാൻ തോന്നിയില്ല. വെള്ളം നാകുന്ന സമയത്ത് അത് കംപ്ലീറ്റ് കുളത്തിൽ നിന്ന് ഉണങ്ങി അതിൻ്റെ ഭാഗമായി ഈ വെള്ളം കറുപ്പ് കളറ് വന്നു. അപ്പോൾ ആളുകൾക്കൊക്കെ വലിയ പരാതിയും അതുപോലെ പ്രശ്നം വന്നതുകൊണ്ടാണ് ഇപ്രാവശ്യം നേരത്തെ തന്നെ ഈ പായൽ കോർപ്പറേഷൻ്റെ സഹായത്തോടു കൂടി ചെട്ടുകുളം മെയിനായിട്ടുള്ള കുളമാണ്. പക്ഷെ ഇതിൻ്റെ അവകാശങ്ങൾ ഇപ്പോൾ ഇല്ല, ആരും അവകാശമില്ല. ഇപ്പോൾ റവന്യൂ ഭൂമിയാണ്. അതിപ്പോൾ ഒരു 3-4 വർഷമായിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം ഇതുപോലെ വന്നാൽ ഇതിൻ്റെ ഭംഗി കണ്ട് ഞങ്ങൾക്ക് എടുത്തു മാറ്റാൻ തോന്നിയില്ല. കുറച്ച് കഴിഞ്ഞ് വെള്ളം താഴോട്ട് പോകുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് ഉണങ്ങി. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇത് ഭയങ്കര സ്മെല്ല് വന്നു, പരിസരവാസികൾക്ക് വല്ല പരാതി വന്നു. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ വെള്ളം താന്നാൽ വീണ്ടും എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞങ്ങളിവിടെ ചെട്ടുകുളം ഒരു സംരക്ഷണ സമിതിയുണ്ട്. അതുപോലെ ഇവിടെ ഇപ്പോൾ പരിസരവാസികളാളും മത്സ്യത്തൊഴിലാളികളും DY പ്രവർത്തകരും എല്ലാം വന്ന് ഇത് കോർപ്പറേറ്റ് സഹായത്തോടു കൂടി ഞങ്ങളിത് എടുത്ത് മാറ്റാൻ വേണ്ടി പോവുക. അപ്പോൾ അതെടുത്താൽ ഉടനെ മാറ്റണം. വെള്ളത്തിൻ്റെ 2 ആളെ ആയുള്ളത് കൊണ്ട് വെള്ളത്തിൻ്റെ അകത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ആ വർക്ക് നടക്കുകയുള്ളൂ. അപ്പോൾ അവരെ സഹായത്തോടു കൂടി ഇന്നിപ്പം ഈ പായലെടുത്ത് കരയിലിട്ട് ഇപ്പോൾ കോർപ്പറേഷൻ്റെ ട്രാൻസ്പോർട്ടിൽ നിന്ന് വണ്ടി വരുന്നുണ്ട്. ഇത് കയറ്റി നമ്മൾ നീരാമ്പറമ്പിൽ കൊണ്ടുപോകും. ഇത് ശരിക്കും വിലപിടിപ്പുള്ള സാധനമല്ലേ? ഇത് സാധാരണ ആളുകൾ വില കൊടുത്ത് വാങ്ങുന്ന സാധനമാണ്. സോള എന്ന് പറഞ്ഞ ടൈപ്പ് സാധനമാണ്. ഇതെന്താ പടർന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് ഇതിൻ്റെ വളർച്ച എത്രത്തോളം ഉണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഇവിടെയാണെന്ന് വെച്ചാൽ 29-30 സെൻറ്റ് സ്ഥലമുണ്ട് ഈ ഭൂമി. പിന്നെ നമുക്ക് റവന്യൂവിന് കോർപ്പറേഷന് നമുക്ക് അവർ ആസ്തി സർവേയിൽ കൊണ്ടുവന്ന് കോർപ്പറേഷനായി മാറ്റിയെടുക്കുകയാണെങ്കിൽ നല്ല കുളമായി നിർത്തി നമ്മളെ എറണാകുളം മാതിരി ആളുകൾക്കൊക്കെ ഇപ്പോൾ വേറെ ആവശ്യം യൂസ് ചെയ്യുന്നില്ല. ഞങ്ങൾ പഞ്ചായത്താകുന്ന സമയത്ത് ഇവിടെ നല്ല മണ്ണെടുത്ത് ആഴം കൂട്ടിയതുകൊണ്ട് ഈ പരിസര പ്രദേശത്തുള്ള ആളുകൾക്കും വേനൽക്കാലത്ത് വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടാകുന്നില്ല. തോണി വെച്ചിട്ട് ഈ പായലെ കരയിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് കരയിൽ നിന്ന് വലിച്ച് കയറ്റുക, എന്നിട്ട് കോർപ്പറേഷൻ ഈ സാധനം നിലയാമ്പറമ്പിൽ കൊണ്ടുപോകും. അവിടെ വേസ്റ്റാവും. ഇത് വളമായിട്ട് ഉപയോഗിക്കുക. പക്ഷെ ഇന്നത്തെ കാലത്ത് ആളും കൃഷിക്ക് തെങ്ങിൻ്റെ തടം തുറന്ന് ഇത് കൊണ്ട് ഇട്ട് പിന്നെ അത് മൂടണം, അല്ലെങ്കിൽ സ്മെല്ലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ആരും കിട്ടൂല. അത് ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്നില്ല. ചിലർ ഇവിടുന്ന് തന്നെ കാറ് നിർത്തിയിട്ട് ഈ സാധനം വടിയോട് തോണ്ടിയിട്ട് എടുത്ത് കൊണ്ടുപോകും. ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ കാറ് നിർത്തും, ഒരു വടിയോട് ഇങ്ങനെ തോണ്ടും, ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി ഇവിടുന്ന് കൊണ്ടുപോകുന്നു. പ്ലാസ്റ്റിക് വേസ്റ്റ് ഇപ്പം വാഹനത്തിനൊക്കെ വരുന്ന ആളുകൾ വെള്ളം കുടിച്ചാൽ നേരെ വലിച്ചെറിയും. അപ്പോൾ അതിന് നമ്മളിപ്പം റിയാസ് മന്ത്രീൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. മന്ത്രിയെ കഴിഞ്ഞ മാസം അവിടുന്ന് ആദ്യം ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞിച്ചു. അപ്പോൾ കാര്യങ്ങൾ സംസാരിച്ചു. അത് കഴിഞ്ഞ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എഞ്ചിനീയറും വന്നു. ഇപ്പം ഏതാണ്ട് 7 ലക്ഷം റുപ്യേൻ്റെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഈ ഭാഗം നമുക്ക് മനോഹരമായി കവറിട്ട് പുറത്തുനിന്ന് വലിച്ചെറിയുന്നത് തടയാനുള്ള ഏർപ്പാട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എസ്റ്റിമേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വെള്ളം അതുകൊണ്ട് ഒഴുകി വരുന്നുണ്ട്. അവിടെ ഷട്ടർ ഇട്ടിട്ട് ഈ ഒഴുകി വരുന്നത് വെള്ളത്തിന് മാത്രം വിട്ട് ബാക്കിയുള്ള തടയാൻ ആവശ്യമായ നടപടിയും ഇതിൻ്റെ എസ്റ്റിമേറ്റിനായി വരുന്നുണ്ട്. ഇതിൻ്റെ ഇത് ചിലപ്പോൾ നാളെ ഒരു ദിവസം കൂടി വേണ്ടി വരും. കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത്. പണ്ട് കുറേ നേരത്തെ വലുതായി പോയി സാധനം പായൽ, അതുകൊണ്ടാണ് കുറേ നേരത്തെ എടുക്കുകയാണെങ്കിൽ അത്ര പാടില്ല. ഇപ്പോൾ കുറച്ച് നല്ല അധ്വാനമുണ്ട്, വലിച്ച് വരണോ അതാ പിന്നെ കുറേ പണിയാ. ആ ഒരു 20 മീറ്ററൊക്കെ ആയുണ്ട്. 5 ആൾക്ക് കായം. ഉണ്ട്. വേറെ ഒന്നും ഇതിൽ നടക്കൂല. ഇതിപ്പോൾ കുറേ നേരം തുടങ്ങിയിട്ട് ഇന്ന് രാവിലെ തുടങ്ങിയതാ. മാലിന്യം കുപ്പി, പിന്നെ തെർമോക്കോള്, പിന്നെ എല്ലാ വേസ്റ്റും കൊണ്ടിടുന്നുണ്ട് ആളുകൾ. അതെ.